നമസ്കാരം. ശബരിമല സ്വർണ്ണപ്പാളി മോഷണം കേസിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന പ്രതികളുടെ ജാമ്യ ഹർജിയിൽ ഉയർന്ന പുതിയ വാദങ്ങൾ കേസിനെ കൂടുതൽ വിവാദത്തിലാക്കുന്നു. 1998 ശബരിമല ശ്രീകോവിലിൽ സ്വർണം പൂശൽ നടത്തുന്നതിന് രേഖകളില്ലെന്നാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ജാമ്യ ഹർജിയിൽ ഉന്നയിച്ച പ്രധാന വാദം. എന്നാൽ ഈ രേഖകൾ SITക്ക് നൽകാതെ ദേവസ്വം ബോർഡ് വർഷങ്ങളോളം മറച്ചുവെച്ചതോ ഇപ്പോഴത്തെ വാദങ്ങൾക്ക് പിന്തുണ നൽകുവാനോ നീക്കമാണോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. പ്രതികളുടെ ജാമ്യ ഹർജിയിലെ വിചിത്രവാദങ്ങൾ ഇവരെ കൂടുതൽ കുഴപ്പത്തിലാക്കും. 1998 ശബരിമല ശ്രീകോവിലിൽ സ്വർണ്ണ പൊതിഞ്ഞന്റെ രേഖകളില്ലെന്ന വാദത്തിൽ ഊന്നിയാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ ജാമ്യ ഹർജികൾ വന്നിരിക്കുന്നത്. 98 രേഖകൾ SITക്ക് നൽകാതെയാണ് ദേവസ്വം ബോർഡ് ഒളിച്ചു കളിച്ചും ഇതേ വാദത്തിന് സാധൂകരണം നൽകുന്നതിന് വേണ്ടിയായിരുന്നുവെന്ന സംശയം ഇപ്പോൾ ബലപ്പെടുന്നത്. ഒക്ടോബർ 31 ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് കണ്ടെത്തിയ 420 പേജുള്ള ഫയൽ SITയുടെ കൈവശമുണ്ട്. പ്രതികളുടെ ഭാഗത്ത് വീഴ്ചകൾ അന്വേഷണ സംഘം കണ്ടെത്തിയതോടെ പ്രതിരോധത്തിന് കൂടുതൽ വഴികൾ തേടുകയാണ് പ്രതിഭാഗം അഭിഭാഷകർ. വിവാദം തുടങ്ങിയപ്പോൾ CPM ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ A. പത്മകുമാർ പ്രതികരിച്ചത് പാളികൾ ചെമ്പാണെന്നാണ്. പിന്നീടാണ് സ്വർണം പൂശിയതെന്ന വാദം അംഗീകരിച്ചത്. കേസിൽ പത്മകുമാർ അറസ്റ്റിലുമായി. N. വാസുവിന്റെ വാദങ്ങൾ പാളികൾ പുറത്തു കൊണ്ടുപോയ തീരുമാനങ്ങളിൽ തനിക്ക് പങ്കില്ല എന്നതായിരുന്നു. താൻ ചുമതലയേറ്റ സമയവും മാറിയ തീയതിയുമടക്കം സാങ്കേതിക കാര്യങ്ങളിൽ കടിച്ചു തൂങ്ങിയായിരുന്നു വാസുവിന്റെ വിശദീകരണം. അന്നൊന്നും പാളികളിൽ സ്വർണമില്ല എന്ന് അദ്ദേഹം വാദിച്ചിരുന്നില്ല. അന്വേഷണം ഉന്നതരിലേക്ക് എത്താതിരിക്കുവാൻ 1998 സ്വർണം പൂശിയ രേഖകൾ SITക്ക് നൽകാതെ ദേവസ്വം ഒളിച്ചുകളി നടത്തിയെന്ന വിമർശനമുണ്ടാവുകയായിരുന്നു. UB ഗ്രൂപ്പിലെ ചുമതലപ്പെട്ടയാൾ സ്വർണം പൊതിഞ്ഞതായി എഴുതി നൽകിയ കണക്കുകൾ മാത്രമാണ് നേരത്തെ ദേവസ്വം ബോർഡ് കൈമാറിയിരുന്നത്. പൊതിഞ്ഞ സ്വർണം പരിശോധിച്ച് ബോധ്യപ്പെട്ട് ശബരിമല ഡെവലപ്മെന്റ് പ്രോജക്ട് ചീഫ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളവർ ഒപ്പിട്ട മഹസർ രേഖ കിട്ടിയിരുന്നില്ല. ഈ ആധികാരിക രേഖ ഒക്ടോബർ 31 കണ്ടെടുത്തത്. 1998 മുതലുള്ള രേഖകൾ പിടിച്ചെടുക്കുവാൻ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ സമയത്ത് തന്നെ കോടതി നിർദ്ദേശിച്ചിരുന്നു. വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ സമയത്ത് ദേവസ്വം മരാമത്ത് വിഭാഗത്തിനായിരുന്നു നിർമ്മാണ ചുമതല. ചെന്നൈ മൈലാപ്പൂർ JNR ജ്വല്ലറി ഉടമ നാഗരാജന്റെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള 53 ശില്പികൾ സന്നിധാനത്തെ ദേവസ്വം മരാമത്ത് കോംപ്ലക്സ് കെട്ടിടത്തിലാണ് ഇതിന്റെ പണികൾ നടത്തിയത്. 30.3 കിലോഗ്രാം സ്വർണവും 1900 കിലോ ചെമ്പും ഉപയോഗിച്ചാണ് ശ്രീകോവിലും മേൽക്കൂരയും ദാരുശില്പവും പൊതിഞ്ഞത്. ബോർഡ് ആസ്ഥാനത്തെ മരാമത്ത് വിഭാഗം ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ പഴയ രേഖകൾ സൂക്ഷിച്ചിട്ടുള്ള മുറിയിലാണ് 420 പേജുള്ള ഫയൽ കണ്ടെടുത്തത്. മല്യയ്ക്ക് സ്വർണം പൊതിയാൻ ഹൈക്കോടതി നൽകിയ അനുമതി, ബോർഡിന്റെ ഉത്തരവുകൾ, സ്വിറ്റ്സർലാൻഡിൽ നിന്ന് 22 ക്യാരറ്റ് സ്വർണം ഇറക്കുമതി ചെയ്തതിന്റെ രേഖകൾ തുടങ്ങിയവ ഈ ഫയലിലുണ്ട്. അന്നത്തെ ശബരിമല ഡെവലപ്മെന്റ് പ്രോജക്ട് ചീഫ് എഞ്ചിനീയർ K. രവികുമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ CR രാജശേഖരൻ നായർ എന്നിവരുടെ മേൽനോട്ടത്തിൽ നടന്ന സ്വർണം പൊതിയൽ ജോലികളുടെ വിശദ റിപ്പോർട്ടുകളുമുണ്ട്. പകർപ്പെടുത്ത ശേഷം ഫയൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. ബോർഡ് എടുത്ത പകർപ്പ് ദേവസ്വം വിജിലൻസ് അധികൃതർ പിന്നീട് പിടിച്ചെടുത്തു. ഈ പുതിയ രേഖകൾ പുറത്തു വന്നതോടെ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളപ്പെടുമെന്ന് മാത്രമല്ല, കൊള്ളയിൽ പങ്കാളികളായ കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം നീളുകയും ചെയ്യും. ഭക്തരുടെ വികാരത്തെ വ്രണപ്പെടുത്തി നടത്തിയ ഹിമാലയൻ കൊള്ളയിൽ ED കൂടിപ്പെട്ടതോടെ ദേവസ്വം വൃത്തങ്ങളിൽ കടുത്ത പരിഭ്രാന്തിയാണ് നിലനിൽക്കുന്നത്. രേഖകൾ പ്രകാരം ശ്രീകോവിലിലെ ഓരോ പാളിയിലും എത്ര ഗ്രാം സ്വർണമുണ്ടെന്നുള്ളത് കൃത്യമായി തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. സ്വർണം മാറ്റിയ ശേഷം പകരം വെച്ച ചെമ്പ് പാളികൾ പരിശോധിച്ചാൽ ഈ തട്ടിപ്പിന്റെ വ്യാപ്തി ബോധ്യപ്പെടുമെന്ന് അന്വേഷണ സംഘം കോടതി അറിയിക്കും. ഭക്തർ നൽകിയ കനകത്തെ വെറും ചെമ്പാക്കി മാറ്റിയ ഈ കൊള്ളയിൽ ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ പങ്കുകൂടി പുറത്തു കൊണ്ടുവരുവാനാണ് ED ലക്ഷ്യമിടുന്നത്.